കാഴ്ചയാലല്ല വിശ്വാസത്താൽ പണിതുയർത്ത ഒരു പള്ളിയുടെ കഥയാണ് സെയിൻറ്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ഫൊറൈൻ ചർച്ച് ഓറഞ്ച് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം സീറോ മലബാർ കാത്തലിക് ചർച്ച് ഓറഞ്ച്, കാലിഫോർണിയ. സഹൃദയരെ, അമേരിക്കയിൽ എത്തിച്ചേർന്ന സീറോ മലബാർ ക്രിസ്ത്യാനികൾ അമേരിക്കയുടെ പാശ്ചാത്യ സംസ്കാരത്തിന് മുന്നിൽ തങ്ങളുടെ തനതായ ക്രൈസ്തവ പാരമ്പര്യം അടിയറ വയ്ക്കാൻ തയ്യാറാകാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 1990കളുടെ ആരംഭഘട്ടം. കലർപ്പില്ലാത്ത ക്രൈസ്തവ സംസ്കാരം കയ്യിൽ മുറുകെ പിടിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഒരു പറ്റം ക്രൈസ്തവ സമൂഹത്തിൻ്റെ നെഞ്ചിലെരിഞ്ഞ നെരിപ്പോടിൻ്റെ ഉത്തരമായിരുന്നു 2001 മാർച്ച് 13 ഇല്ലിനോയ്സിൻ്റെ മടിത്തട്ടിൽ ദൈവകൃപയിൽ തളിരണിഞ്ഞ ചിക്കാഗോ രൂപത. ഇതിനെ തുടർന്ന് ചിക്കാഗോ രൂപതയുടെ കീഴിലുള്ള മൂന്നാമത്തെ ഇടവക അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് റീജിയണിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ ഇടവക ഉണ്ടാകുവാൻ ഇടയായ കഠിനാധ്വാനത്തിൻ്റെ ഉപ്പുരസവും ദൈവാനുഭവത്തിൻ്റെ സുഗന്ധവും തുള്ളിത്തുളുമ്പുന്ന ഒരു പറ്റം നസ്രാണികളുടെ കുടിയേറ്റത്തിൻ്റെ ഈ കഥയുടെ പേരാണ് കാലിഫോർണിയൻ നസ്രാണികളുടെ വിജയഗാഥ. പടിയിറങ്ങി കടൽ കടന്നു നടന്നു വന്നവർ പതിയിരുന്നൊരപകടത്തെ നേരുകൊണ്ടു നേടിയോ. ഓർക്കുവിൻ മനൂജരെ, അന്നു നെഞ്ചിലേറ്റിയ നോവിൽ നിന്നുടലെടുത്തുതിച്ചുയർന്ന തിരുസഭ. ചിക്കാഗോയിൽ നിന്നുമന്നു ചിറകടിച്ച രൂപത ദേശമാകെ കൂടുകൂട്ടി പിന്നെയും പറക്കുമ്പോൾ വന്ന വഴിയിലേക്കു പിന്നെ നിങ്ങളൊന്നു നോക്കുവിൻ. സ്നേഹമാണ്, ത്യാഗമാണ്, സഹനമാണ് അടിത്തറ. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇനി ഞങ്ങളുടെ മകനും മരുമകളും അമേരിക്കയ്ക്ക് പോവുകയാണ്. അവരെ കാത്തുകൊള്ളണേ. എന്തെന്നാടി എലിക്കുച്ച നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കുടിക്കാൻ വെള്ളം ഇങ്ങെടുത്തേ. ദേ, പിള്ളേരിന്ന് പോവാന്നുള്ള കാര്യം നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? അതിന് ഞാൻ എന്നാ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? പിള്ളേരല്ലേ പോകുന്നത്, അല്ല നമ്മളല്ലല്ലോ. ആ തൊമ്മിയെ വിളിച്ചേ, അവനിന്ന് പോകണ്ടേ? എടാ തൊമ്മിയേ! അമ്മേനെ വിളിച്ചായിരുന്നോ? ഞാനേ ആ കാപ്പിക്കം പൊടിഞ്ഞ് വീണത് വെട്ടുമാറ്റുകയായിരുന്നു. എൻ്റെ മാനെ, ആ കാപ്പിക്കമ്പൊക്കെ അവിടെ കിടക്കട്ടെ, അതൊക്കെ പിന്നെ ചാച്ചൻ ചെയ്തോളും. നിനക്കിന്ന് പോകേണ്ടതല്ലേ? നിങ്ങൾ കൊണ്ടുപോകുന്ന പെട്ടിയൊക്കെ കെട്ടിയോ? 10 മണിക്ക് പോകേണ്ടതല്ലേ? അതൊക്കെ ഗ്രേസ് നോക്കിക്കൊള്ളും. എടാ, നീ അങ്ങ് ദൂരെ ദേശത്തേക്ക് പോവുകയല്ലേ? എല്ലാ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് വേണം ചെയ്യാൻ. അവിടെ ഒരു സഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ ദൈവമേ. ശരി അമ്മേ. എടി ഗ്രേസിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ അമ്മച്ചി? എടി കൊച്ചേ, ഇതാ ഒരു കൊന്തയും ബെന്തിങ്ങയും ഞാൻ നമ്മുടെ വികാരിയച്ഛനെ കൊണ്ട് ഇന്ന് വെഞ്ചിരിപ്പിച്ചതാ. നിങ്ങൾ പോകുന്ന നാട്ടിൽ പള്ളിയോ പട്ടക്കാരനോ വല്ലതും ഉണ്ടോ ആവോ? തൊമ്മിക്കാണെങ്കിൽ പള്ളിയിൽ പോകാൻ ഇവിടെ വെച്ചേ മടിയാ. പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തെ കാര്യം പറയാനുണ്ടോ? നീ ഈ കൊന്തയും ബെന്തിങ്ങയും മുറുകെ പിടിച്ചോ, ഒരാപത്തും വരികയില്ല. ശരി അമ്മച്ചി, അമ്മച്ചി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. തൊമ്മിയെയും ഗ്രേസിയെയും കാണാനുള്ള അതിയായ ആഗ്രഹത്താൽ ചാച്ചനും അമ്മച്ചിയും അമേരിക്കയിലെത്തിയിട്ട് ഇന്നേക്ക് 2 വർഷം തികയുന്നു. അമേരിക്കയിലേക്ക് വരാൻ നിനക്ക് എന്ത് സന്തോഷമായിരുന്നു. ഇവിടെ വന്ന് തത്തമ്മയെ കൂട്ടിലിട്ടതുപോലെ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം മതിയായി കാണുമല്ലോ. ഈ ഇരിപ്പൊന്നും എന്നെ തളർത്തില്ല. പക്ഷേ മലയാളത്തിലൊരു കുർബാന കാണാൻ പറ്റാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. നമ്മുടെ വികാരിയച്ഛൻ്റെ പാട്ടുകുർബാനയും പ്രസംഗവും ഒക്കെ കേട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഞായറാഴ്ചകളിലൊക്കെ മുടക്കം കൂടാതെ പള്ളിപ്പോക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാ പ്രയോജനം? വലുത് മനസ്സിലാകുന്നുണ്ട്. പ്രാർത്ഥന ഉറക്കെ ഒന്ന് ചെല്ലാൻ പോലും പറ്റുന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് ശരിയാ.
ഒരു മലയാളം കുർബാന കണ്ട് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സൊന്ന് തണുത്തേനെ. ആഹാ, മണി 5 കഴിഞ്ഞ് അറിഞ്ഞില്ലല്ലോ. തൊമ്മി ജോലി കഴിഞ്ഞ് എത്തിയല്ലോ. ഞാനിങ്ങോട്ട് പോരുന്ന വഴി നമ്മുടെ തോമാച്ചനെ വിളിച്ചിരുന്നു. അവൻ പറഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ 2ാമത്തെ കുർബാന ഫാദർ ജേക്കബ് കട്ടക്കൽ എന്ന് പറയുന്ന ഒരു മലയാളി അച്ഛനാ ചൊല്ലിയതെന്ന്. എടാ, അച്ഛൻ താമസിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാവോ? നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പോയാലോ? അതൊന്നും വേണ്ടമ്മേ. ആവശ്യത്തിന് മലയാളികളുണ്ടെങ്കിൽ ഇവിടെ ഒരു സീറോ മലബാർ പള്ളി സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് അച്ഛൻ പറഞ്ഞെന്നാണ് തോമാച്ചൻ പറഞ്ഞത്. മലയാളികളെയൊക്കെ ഒരു വീട്ടിൽ ഒന്നിച്ചു കൂട്ടിയാൽ അച്ഛൻ വന്ന് എല്ലാവരോടും സംസാരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ അന്തം വിട്ട് കുന്തം വഴി നിൽക്കാതെ സമ്മേളനം ഈ വീട്ടിൽ തന്നെ നടക്കട്ടെ. തൊമ്മിക്കുഞ്ഞെ, വിളിച്ചു കൂട്ടട എല്ലാ മലയാളികളെയും. ഗ്രേസി, നീയും ഫോൺ എടുത്ത് വിളി തുടങ്ങിക്കോ. അടുത്ത ശനിയാഴ്ച എല്ലാവരോടും അച്ഛനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഇങ്ങോട്ട് വരാൻ പറ. എന്റെ കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. ഈ ഏലിയുടെ മനസ്സ് പറയുന്നു, ഈ അച്ഛൻ ഇവിടുത്തെ സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വഴി ഒരുക്കുമെന്ന്. അങ്ങനെ അവർ കാത്തിരുന്ന ആ ശനിയാഴ്ച ദിവസം വന്നെത്തുകയും അച്ഛൻ സമ്മേളനത്തിനായി അവിടെ എത്തിച്ചേരുകയും ചെയ്തു. എല്ലാരും ഉണ്ടല്ലോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇത്രയും മലയാളി ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും നമുക്കൊരു സീറോ മലബാർ പള്ളി തുടങ്ങുവാൻ സാധിക്കും. എൻ്റെ പൊന്നോ, ഇവിടെ ആയുള്ളത് വെറും 12 കുടുംബങ്ങളാണ് അച്ഛൻ. ഇനി ഇവരെയും കൂടി വെച്ചിട്ട് നമ്മൾ ഇനി ഒരു പുതിയ പള്ളി തുടങ്ങാനാ. അച്ഛൻ ഇത് എന്നാ വർത്താനാണ് ഈ പറയണത്? ഇത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി എല്ലാവരും കൂടി വേണ്ട തുകയൊക്കെ ഒപ്പിച്ചാൽ തന്നെ പള്ളി സ്ഥാപിക്കുന്ന സഭയുടെ അനുവാദമൊക്കെ വേണ്ടേ? ഇത് വല്ലതും നടക്കാൻ പോകുന്ന കാര്യമാണോ? എൻ്റെ പോളച്ച, നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ. നിങ്ങളുടെ നെഗറ്റീവും കൊണ്ട് എൻ്റെ ജീവിതമോ ശോകമായി. ഹോ, ഇനിയെങ്കിലും ഒന്ന് വിട്ടുപിടി. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാം. അനുവാദമൊക്കെ നിഷ്പ്രയാസം കിട്ടും. നിങ്ങൾക്കറിയാവോ, 2 ഡോക്ടറേറ്റ് ഉള്ള ഞാൻ കേരളത്തിലെ സെമിനാരിയിൽ വർഷങ്ങളോളം പ്രൊഫസറായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടുമിക്ക മെത്രാന്മാരും എൻ്റെ ശിഷ്യന്മാരാണ്. അതിനാൽ അനുവാദം കിട്ടുമോ എന്നോർത്ത് സാറാമ്മയും പോളച്ചനും ഇനി തല്ലുകൂടണ്ട. 2 കൊരിന്തോസ് 5:7 പറഞ്ഞിട്ടില്ലേ, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇതെല്ലാം ഒത്തുകിട്ടിയ നമുക്ക് നമ്മുടേതായ ഒരു പള്ളി വേണോ വേണ്ടയോ? ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഇക്കാര്യത്തിൽ കട്ടകളത്തിന്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുവാൻ ഞങ്ങളുണ്ട്. പടിയിറങ്ങി കടൽ കടന്നു നടന്നു വന്നവർ പതിരുന്നോരാപകടത്തെ നേരുകൊണ്ടു നേടിയോർ. എങ്കിൽ നാളെ തന്നെ അങ്ങാടിയത്ത് പിതാവിനെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ജേക്കബ് കട്ടക്കലച്ചൻ്റെ നേതൃത്വത്തിൽ കാലിഫോർണിയയിൽ ആദ്യമായി ഒരു സീറോ മലബാർ ഇടവക സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് ഈ ഇടവക വളരുകയും ബഹുമാനപ്പെട്ട ജേക്കബ് ക്രിസ്ത്യച്ചൻ്റെ നേതൃത്വത്തിൽ 714 പേരുടെ കപ്പാസിറ്റിയുള്ള ഇന്നത്തെ പള്ളി ഓറഞ്ച് എന്ന സ്ഥലത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ഇടവക സ്ഥാപകനായ കട്ടക്കലച്ചൻ 2025 ക്രിസ്മസ് കാലത്ത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. കട്ടക്കലച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. മനതാരിൽ കനലെറിയുമ്പോൾ മഴ പോലെ പൊഴിയുക പിന്നെ മുട്ട
മുറ്റത്തെ ചെടികളിലൊക്കെ പൂവായിനി വിരി